നമസ്കാരം. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നീ പാർട്ടി ഉപേക്ഷിക്കുമോ? വെറും രണ്ട് ചോദ്യങ്ങൾ മാത്രമേ തടവുകാരായി പിടിച്ച ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് ചോദിച്ചുള്ളൂ. ഇല്ല എന്ന് മറുപടി കൊടുത്ത മനുഷ്യരെയൊക്കെ തൽക്ഷണം വെടിവെച്ചു കൊന്നു. അതാണ് 1988 ഇറാനിൽ നടന്ന ജയിൽ കൊല. ഖമനേയി ഭരണത്തിൽ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകളാണ് അന്ന് കൊല്ലപ്പെട്ടത്. എന്നിട്ടും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിലെ കമ്മികൾ ആ നരാധമന് വേണ്ടി കണ്ണീർ വാർക്കുകയാണ്. ഖുമേനി മരിച്ച് ഖമേനി പരമോന്നത നേതാവായപ്പോൾ പിടിച്ചതിലും വലുത് മാളത്തിലെന്ന അവസ്ഥയാണ് ഇറാനിലുണ്ടായത്. ഖുറാൻ ഓതിയും തഫസീറുകൾ വ്യാഖ്യാനിച്ചും ജീവിതം ചെലവിടുന്ന ഒരു സാധാരണ മൗലവിയായി ഒതുങ്ങാൻ ഖമേനി തയ്യാറായിരുന്നില്ല. അയാൾ ഇംഗ്ലീഷും പേർഷ്യനും അറബിയും എല്ലാം പഠിച്ചതുപോലെ യുദ്ധതന്ത്രങ്ങളും സൈനിക രീതികളും പഠിച്ചു. തോക്കെടുത്ത പുരോഹിതനെന്നാണ് അയാൾ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അയാൾക്ക് അധികാരം കിട്ടിയതോടെ ഇറാനിലെ സ്ത്രീകളുടെ അവസ്ഥ ഒന്നുകൂടി മോശമായി. ഒരു കാലത്ത് സംസ്കാരങ്ങളുടെ കളിത്തോട്ടിലായി അറിയപ്പെട്ടിരുന്ന ഇറാനെ ഒരു ഭ്രാന്തൻ രാജ്യമാക്കി അയാൾ മാറ്റിയെടുത്തു. ഇപ്പോൾ ഖമേനിയുടെ രക്തസാക്ഷ്യത്തിൽ വിലപിക്കുന്ന കേരളത്തിലടക്കമുള്ളവർ അറിയണം എന്താണ് ഖമേനി ഇറാനിലെ സ്ത്രീകളോട് ചെയ്തിരുന്നത് എന്ന്. 85 വയസ്സിലും ലോകത്തെ വിറപ്പിച്ച ഈ കടൽ കിഴവന്റെ കുപ്രസിദ്ധമായ ഫത്തവുകളിലൂടെ ഒന്ന് കടന്നുപോയാൽ കാര്യം പിടികിട്ടും. കണ്ണില്ല ക്രൂരതകളാണ് ഖമേനി ഭരണത്തിൽ ഇറാനിൽ നടന്നത്. ഇറാനിലെ ജയിലുകളിൽ തടവുകാർക്കെതിരെ നടക്കുന്ന അതിക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയും പലപ്പോഴായി പുറത്തുവിട്ടിട്ടുണ്ട്. 2022 വിമൻ ലൈഫ് ഫ്രീഡം പ്രക്ഷോഭകാലത്തും അതിനുശേഷം പുറത്തു വന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. തടവിലാക്കപ്പെട്ട സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും സുരക്ഷാ സേന ബലാത്സംഗം ചെയ്തതായി ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലാത്തികൾ, കുപ്പികൾ എന്നിവ സ്വകാര്യ ഭാഗത്ത് കുത്തിക്കയറ്റിയായിരുന്നു പീഡനം. വനിതാ തടവുകാരുടെ മനോവീര്യം തകർക്കാനും കുറ്റസമ്മതം നടത്തിപ്പിക്കാനും ബലാത്സംഗമായുധമായി ഭരണകൂടം ഉപയോഗിക്കുന്നുവെന്ന് UN ഫാക്ട് ഫൈൻഡിംഗ് മിഷനും കണ്ടെത്തിയിട്ടുണ്ട്. ഇറാനിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് വധശിക്ഷ നൽകുന്നതും ജയിലിനുള്ളിൽ അവർ അനുഭവിക്കുന്ന ക്രൂരതകളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് പലപ്പോഴും കാരണമായിട്ടുണ്ട്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പ്രകാരം 18 വയസ്സിന് താഴെയുള്ളവർക്ക് വധശിക്ഷ നൽകുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ ഇത് ലംഘിക്കുന്നുണ്ട്. ഇറാനിലെ നിയമപ്രകാരം ആൺകുട്ടികൾക്ക് 15 വയസ്സും പെൺകുട്ടികൾക്ക് 9 വയസ്സും കഴിഞ്ഞാൽ അവർ ക്രിമിനൽ നടപടികൾക്ക് ഉത്തരവാദികളാണ്. സാധാരണയായി കുട്ടികൾക്ക് വധശിക്ഷ വിധിച്ചാൽ അവർക്ക് 18 വയസ്സ് തികയുന്നത് വരെ ജയിലിൽ പാർപ്പിക്കുകയും 18 തികയുന്ന ദിവസം വധശിക്ഷ നടപ്പിലാക്കുകയുമാണ് ചെയ്യുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണലിലെ കണക്കനുസരിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ ബാലക്കുറ്റവാളികളെ വധിക്കുന്ന രാജ്യങ്ങളിലൊന്നും ഇറാനാണ്. കേരളത്തിലടക്കം കമ്മ്യൂണിസ്റ്റുകൾ ഖമേനിക്കും ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനു വേണ്ടി പ്രതികരിക്കുന്നവരാണ്. എന്നാൽ അധികാരം കിട്ടിയപ്പോൾ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകളെ കൊന്നൊടുക്കുകയാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം ചെയ്തതെന്ന കാര്യം അവർ മറന്നുപോകുന്നു. 1979 ഷാ ഭരണകൂടത്തിനെതിരെ കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഒന്നിച്ചാണ് പൊരുതിയത്. എന്നാൽ ഇസ്ലാമിക ഭരണകൂടം വന്നതോടെ കമ്മ്യൂണിസ്റ്റുകളുടെ തലകൾ ഉരുണ്ടു. വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ നിർത്തിയെങ്കിലും അധികാരം ലഭിച്ചതോടെ ഖമേനി അവരെ അവിശ്വാസികളെന്ന് മുദ്രകുത്തി വേട്ടയാടി. 1981-82 കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകരെ ദൈവത്തിന്റെ ശത്രുക്കളെന്ന് ആരോപിച്ചാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ തടവിലിടുകയും ടിവിയിലൂടെ നിർബന്ധിത കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. 1988 ജയിൽ കൂട്ടക്കൊലയൊക്കെ ഞെട്ടിക്കുന്നതാണ്. ഇറാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയാണിത്. ആയത്തുള്ള ഖമേനിയുടെ പ്രത്യേക ഫത്വയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് നടന്നത്. പ്രധാനമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളും ഇടതുപക്ഷ സംഘടനയായ മെക്കിന്റെയും പ്രവർത്തകരുമായിരുന്നു ഇതിന്റെ ഇരകൾ. തടവുകാരെ വിചാരണ ചെയ്യാൻ 3 അംഗ ഡെത്ത് കമ്മിറ്റികൾ രൂപീകരിച്ചു. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നീ പാർട്ടി ഉപേക്ഷിക്കുമോ? തുടങ്ങിയ ലളിതമായ ചോദ്യങ്ങൾ ചോദിച്ച ശേഷം മറുപടി തൃപ്തികരമല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ വധശിക്ഷ നടപ്പിലാക്കി. ഔദ്യോഗികമായി 5000 പേർ കൊല്ലപ്പെട്ടുവെന്ന് കണക്കാക്കുമ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത് 30,000 വരെ ആകാമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പരേതനായ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഈ ഡെത്ത് കമ്മീഷനിലെ അംഗമായിരുന്നു. സുന്നികളും സ്വന്തം മതമായിരുന്നിട്ട് പോലും ഇറാനിൽ വേട്ടയാടപ്പെട്ടു. ഇറാനിലെ സുന്നി ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ബലൂജികൾ, കുർദുകൾ ദശകങ്ങളായി വിവേചനവും പീഡനവും അനുഭവിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിൽ ഷിയ ഭരണകൂടം അവരെ വേട്ടയാടി. 2022 സഹേദാനിലെ സുന്നി പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിയവർക്ക് നേരെ സുരക്ഷാ സേന നടത്തിയ വെടിവയ്പിൽ കുട്ടികളടക്കം 100-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ബ്ലഡി ഫ്രൈഡേ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇറാനിൽ വധിക്കപ്പെടുന്നവരിൽ പകുതിയിലധികവും സുന്നി ബലൂജ് വിഭാഗക്കാരാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെഹ്റാൻ പോലുള്ള പ്രധാന നഗരങ്ങളിൽ സുന്നി പള്ളികൾ നിർമ്മിക്കുന്നതിന് ഭരണകൂടം ഇന്നും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ സ്വന്തം ജനതയെ വരെ അങ്ങേയറ്റം ദ്രോഹിച്ച ഒരു ഭരണത്തിന്റെ നേതാവായ ഖമേനിയാണ് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ വാഴ്ത്തിപ്പാടുന്നത്.